ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് മനസ്സിലാക്കാതെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ ക്ലച്ച് ചവിട്ടാനായിട്ട് പാടില്ല. ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ക്ലച്ച് ചവിട്ടി പിടിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ചില സാഹചര്യങ്ങളിലൊക്കെ ക്ലച്ച് ചവിട്ടിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ അറിയാതെയെങ്കിലും ക്ലച്ച് ചവിട്ടി പോയി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടത്, ക്ലച്ച് അനാവശ്യമായിട്ട് ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഏതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും. ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്രോപ്പറായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് കഴിയണം. എപ്പോൾ എവിടെ ക്ലച്ച് ചവിട്ടണം, എപ്പോൾ എവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ല, ഇത് നമ്മൾ കൃത്യമായിട്ട് വാഹനം പഠിക്കുന്ന ഒരു ബിഗിനർ അല്ലെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരാൾ പഠിച്ചിരിക്കണം. ഞാൻ നിങ്ങളെ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, ക്ലച്ച് ചവിട്ടിയേക്കാണ്, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരുന്നു, ഹാഫ് ക്ലച്ചിലേക്ക് വരികയാണ്. ഇടത്തെ കാല് ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വണ്ടി ഇവിടെ എടുത്തു. ഓക്കെ, ഇവിടെ എടുത്താൽ ഉടൻ തന്നെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഞാൻ ഫ്ലോറിൽ വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രൈവിങ്ങിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ക്ലച്ച് ചവിട്ടേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, ഇവിടെ മുന്നിൽ ഒരു വളവുണ്ട്. അപ്പം ഞാൻ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് ജസ്റ്റ് ഒന്ന് വെച്ചു. കാരണം ഞാനിങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വലിയ വണ്ടി ഇങ്ങോട്ട് കയറി വരികയാണ്. വന്നു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ, അതായത് പ്രത്യേകിച്ച് നമ്മൾ എതിരെ ഒരു വലിയ വളവാണ്, എതിരെ ഒരു വാഹനം വരുന്ന നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മുൻകൂറായിട്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെച്ചേക്കണം. മനസ്സിലായല്ലോ? ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടി താക്കരുത്. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു, ക്ലച്ച് റിലീസ് ചെയ്തു, റോഡ് സ്ട്രെയിറ്റ് ആണ്, ഇനി വലിയ പ്രശ്നമില്ല. എന്നാൽ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വളവ് ഇടത് സൈഡിലേക്കുണ്ട്, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ ഈ വളവ് ഇവിടെ ഇടത് സൈഡിലേക്കുണ്ട്, ഇവിടുന്ന് ഒരു വണ്ടി വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇടത്തെ കാല് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിലേക്ക് വെച്ചേക്കാണ്. എന്നിട്ട് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാം, ഇടത്തെ കാല് ക്ലച്ചിൽ നിന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ പലപ്പോഴും ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ഇത് ചെയ്യാറില്ല. ഒരു വളവൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്കിലേക്ക് വരും. ബ്രേക്ക് മാത്രം നമ്മൾ ചവിട്ടി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യുന്നതിൽ തെറ്റില്ല, എന്നാൽ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ചിലേക്കും വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയ വണ്ടിക്ക് വീണ്ടും ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും ഒരു വളവാണ്, ഇടത്തെ കാല് ഞാൻ ക്ലച്ചിൽ തന്നെ വെച്ചേക്കാണ്. ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വെച്ചു. വളവ് മാറിയപ്പോൾ വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക. ഇനി ഈ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ തേടി പോവാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് കൊടുക്കുക. റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി നേരത്തെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ചില ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ക്ലച്ചിലും ബ്രേക്കിലും കൂടെ വരണം. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്താണ് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ആ എതിരെ വണ്ടി വന്ന് ഇടുങ്ങിയ റോഡായതുകൊണ്ട് ഇറക്കം കൂടിയ റോഡിൽ ക്ലച്ചിലും ബ്രേക്കിലും വന്നു. എന്നാൽ ഈ റോഡിൻ്റെ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിലേ നിൽക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ ഈ ഇറക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ച് പോകാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്? ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും ഇങ്ങനെ പോകാനായിട്ട് പാടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുക, ബ്രേക്കിനെ മാത്രം ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. അതായത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുപോലെ വരികയാണ്, ഒരു ജംഗ്ഷൻ വരുന്നു, ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാറില്ല. അതൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇറക്കം കൂടിയ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്കിൽ ബാലൻസ് ചെയ്ത് ജംഗ്ഷൻ്റെ അടുത്ത് ഏകദേശം എത്തുന്ന സമയത്ത് തന്നെ ഫുൾ ക്ലച്ച് ചവിട്ടണം. ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അതുപോലെ തന്നെ
ഡ്രൈവിങ്ങിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷനാണ് വളവുകൾ. അതായത് ചില വളവുകൾ, ഇറക്കം കൂടിയ വളവുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. വാഹനത്തിൻ്റെ വേഗത കൂടും. അത് പലപ്പോഴും ഇറക്കങ്ങളോട് കൂടിയ വളവുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, നല്ല ഇറക്കവും വളവും ആണെങ്കിൽ ഒരുപാട് പേരെന്ത് ചെയ്യും, വണ്ടിയുടെ വേഗത കൂടുമോ എന്ന് കരുതി കൂടുതൽ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അവിടെ ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കാറുണ്ട്. ഒരു കാരണവശാലും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇതേ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് എടുത്തു, വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുകയാണ്, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇറക്കം കൂടിയ ഒരു വളവാണ്. ഈ വളവ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ സ്പീഡ് കൂടത്തേ ഉള്ളൂ വണ്ടിയുടെ, മനസ്സിലായോ? അപ്പോൾ ഇറക്കം കൂടി ഒരു വളവ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരിക, ഒരു ഗിയർ ഡൗൺ ചെയ്യും. ഇപ്പോൾ ഫോർത്തിലാണെങ്കിൽ തേർഡ് കൊടുക്കുക, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇറക്കം കൂടിയ വളവ് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. കാരണം ഗിയറുമായിട്ടുള്ള പിടുത്തം വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് വളവുകളിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടി കൊടുക്കാനായിട്ട് പാടില്ല. അത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ ഇനി നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ്. ഒരു നിരപ്പ് റോഡിൽ നിന്ന് ചെറിയ ഇറക്കം കൂടിയ പോലെയുള്ള ഒരു റൈറ്റ് ടേൺ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം നമുക്ക് ക്ലച്ച് ആവശ്യമാണ്. കാരണം ഇവിടെ സ്ലോ ചെയ്ത് നമ്മൾ വാഹനത്തെ ടേൺ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് നല്ല രീതിയിൽ വണ്ടി സ്ലോ ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഒരു ജംഗ്ഷനാണ്, എതിരെ വാഹനങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് തീർത്തും സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷനാണ് ജംഗ്ഷനിൽ വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു ഹമ്പ് കാണുന്നത്, ഇപ്പോൾ ചെറിയൊരു ഹമ്പ് എന്ന് പറയാനായിട്ട് കഴിയത്തില്ല, റോഡിൽ ചെറിയ കുഴിയോട് കൂടി വരുന്ന ഏരിയ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ഏരിയകൾ നമ്മൾ ഇറങ്ങി കയറുന്ന സമയത്ത് നിങ്ങൾ ആ ഏരിയയ്ക്ക് പറയുന്ന ഒരു പേരുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. നിങ്ങളിൽ എത്ര പേർക്ക് അത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിതിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അത് ആക്സിലറേഷൻ കൊടുത്ത് അത് ഈ ഒരു ഏരിയ ഞാൻ ഇറങ്ങി കയറി. ഇതുപോലെയുള്ള ഏരിയകൾ ഇറങ്ങി കയറുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ഇടത്തെ കാല് ക്ലച്ച് പെടലിൽ വന്നിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർ ഡ്രൈവിങ്ങിൽ അനാവശ്യമായിട്ട് ക്ലച്ച് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്, കയറ്റത്ത് കയറി അനാവശ്യമായിട്ട് ക്ലച്ച് കിട്ടും. ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യരുത്. ഇപ്പം ഞാൻ തേർഡ് ഗിയർ ഇങ്ങനെ കൊടുത്തു പോവാണ്. തേർഡ് ഗിയർ ഇങ്ങനെ കൊടുത്തു പോകുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തേടി പോകത്തില്ലെങ്കിൽ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് കയറ്റവും ഗട്ടറും ഒക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കും, ബ്രേക്കിലേക്ക് വരത്തില്ല, ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കും, എന്നിട്ട് ടെൻഷൻ കയറും. ഇതുകൊണ്ടോ ഇപ്പോൾ വണ്ടി നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ടോ? ഒരു കാരണവശാലും അനാവശ്യമായിട്ട് നിങ്ങൾ കയറ്റങ്ങളിൽ ക്ലച്ച് ചവിട്ടരുത്. പ്രത്യേകിച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കുറയും. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഫ്ലോ വീലുകളിലേക്ക് പോകുന്നതിനെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതിലൂടെ തടയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കയറ്റങ്ങളിൽ ചുമ്മാ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടരുത്. നല്ല പണി കിട്ടും. കാരണം വണ്ടിയുടെ റണ്ണിങ് നിന്നിട്ട് വണ്ടി എന്ത് ചെയ്യും, ബാക്കിലേക്ക് റോളാകും. ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്ലച്ച് ചവിട്ടി സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരുന്ന കാര്യം മറന്നുപോകും. ആ സമയത്ത് തൊട്ടു പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി പുറകിൽ മറ്റു വാഹനങ്ങളെ പോയി ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ കയറ്റത്ത് അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. അതുപോലെ തന്നെ കയറ്റത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് താങ്ങിയും വണ്ടി ഡ്രൈവ് ചെയ്യരുത്. അതായത് ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷന് മാത്രം വണ്ടി ഓടിച്ചു പോകരുത്. അതായത് ക്ലച്ച് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ വന്ന് ഇങ്ങനെ ഇരപ്പിച്ചിരപ്പിച്ച് വാഹനം ഡ്രൈവ് ചെയ്യരുത്. വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്താൽ പിന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് പോകുക. ഇടത്തേക്കാല് ക്ലച്ച് വെച്ചോ, പക്ഷെങ്കിൽ ഒരു കാരണവശാലും താഴോട്ട് താഴ്ത്താൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ക്ലച്ച് ബ്രേക്കും ചവിട്ടി ഇറങ്ങരുത്. ഇപ്പം ഇത് നിങ്ങളൊരു കുത്തനെയുള്ള ഒരു ഇറക്കമായിട്ട് സങ്കല്പിക്കുക. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കുത്തനെയുള്ള ഒരു ഇറക്കമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഇറക്കത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇങ്ങനെ ഇറങ്ങാവുള്ളൂ വണ്ടിയായിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ അല്ലാതെ വാഹനമായിട്ട് ഇറങ്ങാൻ പാടില്ല, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. അതും ഡ്രൈവിങ്ങിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ ശ്രദ്ധിക്കുക. ഇനി കുറേയധികം പോയിന്റ്സും കൂടെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ നിങ്ങൾക്ക്
കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ അനവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1400 വീഡിയോകൾ മേളിൽ തന്നെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ഡ്രൈവിങ്ങിൽ ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോകൾ കയറി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ആ വീഡിയോകൾ എല്ലാവരും ഒന്ന് കയറി കാണുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റി ഒരു വാഹനം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.